അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് ഭക്തർ സമർപ്പിച്ച കോടിക്കണക്കിന് രൂപയുടെ കാണിക്കപ്പണം, സ്വർണം, വെള്ളി, വജ്രം എന്നിവയടങ്ങുന്ന അമൂല്യ വസ്തുക്കൾ നഷ്ടപ്പെട്ടതായി ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. ക്ഷേത്രത്തിനായി നൽകിയ 60 കിലോഗ്രാം വെള്ളിക്കട്ടകൾ കാണാനില്ലെന്ന് ജ്വല്ലേഴ്സ് അസോസിയേഷനും ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. അന്വേഷണത്തിനായി ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം പൂർത്തിയാക്കും വരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആവശ്യപ്പെടുന്നത്. കാണാം, ന്യൂസ് ഡെസ്കിൽ നിന്ന് ജെ ബിന്ദുരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട്. അയോധ്യയിലും അമ്പലക്കൊള്ള. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനും കാത്തിരിപ്പിനും ശേഷമാണ് അയോധ്യയിലെ രാമക്ഷേത്രം യാഥാർത്ഥ്യമായത്. 2019 നവംബറിലെ സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധിയിലൂടെയാണ് തർക്കത്തിന് പരിഹാരം കണ്ടത്. തുടർന്ന് രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനായി പ്രത്യേക ട്രസ്റ്റ് രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ചതും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തത്. 2024 ജനുവരി 22-നായിരുന്നു ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹമായ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങു നടന്നത്. എന്നാൽ ക്ഷേത്രത്തിന്റെ ഭരണവും ഭക്തർ നൽകുന്ന സംഭാവനകളുടെ സുതാര്യതയും ഉറപ്പാക്കാൻ ശക്തമായ സംവിധാനങ്ങൾ വേണമെന്ന ആവശ്യം ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. രാമക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി വൻ അഴിമതിയും കവർച്ചയും നടക്കുന്നുണ്ടെന്ന് ആരോപണം ഉയർന്നതോടെ വിഷയത്തിൽ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉത്തർപ്രദേശ് സർക്കാർ രൂപം നൽകിയിരിക്കുകയാണിപ്പോൾ. സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം ആരംഭിച്ചതോടെ ഗുരുതരമായ ആരോപണങ്ങളാണ് പല കോണുകളിൽ ക്ഷേത്ര ഭരണക്കാർക്കെതിരെ ഉയർന്നിരിക്കുന്നത്. 7 ദിവസമായി അന്വേഷണം നടത്തിവരുന്ന SIT നാളെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ജൂൺ 7-ന് അയോധ്യയിൽ നിന്നുള്ള മുൻ ഉത്തർപ്രദേശ് മന്ത്രിയും സമാജ്വാദി പാർട്ടി നേതാവുമായ പവൻ പാണ്ഡെയാണ് ക്ഷേത്രത്തിൽ 5 കോടി മുതൽ 7.5 കോടി വരെ സംഭാവന തട്ടിപ്പ് നടത്തിയതായി ആദ്യം ആരോപിച്ചത്. വിഷയത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് തുടർന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ആവശ്യപ്പെടുകയായിരുന്നു. അഖിലേഷ് യാദവിന് പിന്നാലെ ആം ആദ്മി പാർട്ടിയും ക്ഷേത്രത്തിലെ തട്ടിപ്പുകൾക്കെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തി. ക്ഷേത്രത്തിൽ ഏകദേശം 200 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് AAPയുടെ ആരോപണം. ക്ഷേത്രത്തിലെ പ്രധാന അമൂല്യ വസ്തുക്കൾ കാണാതായതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് ഉയർന്നിരിക്കുന്നത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനിടെ ഭക്തരും ജ്വല്ലേഴ്സ് അസോസിയേഷനും ചേർന്ന് സമർപ്പിച്ച 60 കിലോഗ്രാം വെള്ളിക്കട്ടകൾ ക്ഷേത്രത്തിന്റെ രേഖകളിൽ നിന്നും ശേഖരത്തിൽ നിന്നും അപ്രത്യക്ഷമായതായി റിപ്പോർട്ടുകളുണ്ട്. രാജ്യത്തുടനീളമുള്ള സ്വർണ്ണ വെള്ളി വ്യാപാരികളുടെ സംഭാവനകൾ സ്വീകരിച്ച് ജ്വല്ലേഴ്സ് അസോസിയേഷനാണ് ഈ വെള്ളിക്കട്ടകൾ നിർമ്മിച്ചത്. ക്ഷേത്രത്തിന്റെ അടിത്തറയിൽ പാകാനായി നൽകിയ ഈ വെള്ളിക്കട്ടകൾ സ്വീകരിച്ചതിന്റെ രസീത് തങ്ങളുടെ പക്കലുണ്ടെന്ന് ജ്വല്ലേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു. जब मुझे इतनी बड़ी अपॉर्चुनिटी मिल गई तो मेरे दिमाग में आया कि क्यों ना इसके अंदर और भी लोगों का अंश लगे। चूंकि मैं एक बहुत बड़े संगठन से, देश के सबसे बड़े ज्वेलर संगठन का नॉर्थ इंडिया हेड हूं, मैंने अपने संगठन से अपील की कि भाई जितने भी लोग हैं, अगर कोई लोग भी अपनी श्रद्धा सुमन अर्पित करना चाहें तो मात्र 10-10 ग्राम चांदी. ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങുകളിലോ അതിനുശേഷമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലോ ഈ വെള്ളിക്കട്ടകൾ ഉപയോഗിച്ചതായി കണ്ടില്ല എന്നാണ് ജ്വല്ലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അനുരാഗ് രസ്തോഗി പറയുന്നത്. രാമജന്മഭൂമി പ്രസ്ഥാനത്തിന്റെ മുൻകാല നേതാവായ സന്തോഷ് ദുബെ പോലീസിൽ നൽകിയ പരാതി പ്രകാരം രാജ്യത്തിനകത്തുനിന്നും വിദേശത്തുനിന്നും ഭക്തർ സംഭാവന നൽകിയ വജ്രം, സ്വർണം, വെള്ളി എന്നിവ പതിപ്പിച്ചതും അഷ്ടധാതുക്കൾ കൊണ്ട് നിർമ്മിച്ചതുമായ ഏകദേശം 1250ഓളം അമൂല്യ ഇഷ്ടികകളും രാമമന്ദിറിൽ നിന്നും കാണാതായിട്ടുണ്ട്. മൗറീഷ്യസിൽ നിന്നയച്ച സവിശേഷമായ ഇഷ്ടികയും മുംബൈയിലെ വ്യവസായി നൽകിയ വജ്ര ഇഷ്ടികയും ഇതിലുൾപ്പെടുന്നു. രാംലല്ലയ്ക്ക് സമർപ്പിക്കപ്പെട്ട വിലയേറിയ ഒരു നെക്ലസും ദിവ്യപാദുകങ്ങളും നഷ്ടപ്പെട്ടതായും യഥാർത്ഥ ആഭരണങ്ങൾക്കു പകരം മുക്കുപണ്ടങ്ങളാണ് ഇപ്പോൾ ശേഖരത്തിലുള്ളത് എന്നും ആരോപണമുണ്ട്. ഭക്തരുടെ വലിയ തോതിലുള്ള പ്രതിഷേധത്തെയും രാഷ്ട്രീയ വിവാദങ്ങളെയും തുടർന്ന് ഉത്തർപ്രദേശ് സർക്കാർ ഈ വിഷയത്തിൽ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ക്ഷേത്ര ട്രസ്റ്റിന്റെ പരാതിയിൽ ഉത്തർപ്രദേശ് സർക്കാർ ജൂൺ 14-ന് പ്രത്യേക അന്വേഷണ സംഘ രൂപീകരണം പ്രഖ്യാപിക്കുകയായിരുന്നു. ലക്നൌ ഡിവിഷണൽ കമ്മീഷണർ വിജയ് വിശ്വാസ് പന്ത്, IG കിരൺ എസ്, സ്പെഷ്യൽ സെക്രട്ടറി നീലരതൻ കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. രാമക്ഷേത്രത്തിൽ സമർപ്പിച്ച വഴിപാടുകളിൽ നിന്ന് 7 കോടി രൂപയുടെ ഫണ്ട് ദുരുപയോഗം ചെയ്തതായി ആരോപിച്ച് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം MP സഞ്ജയ് റൌത്ത് നേരത്തെ രംഗത്തെത്തിയിരുന്നു. കേന്ദ്രത്തിലെയും ഉത്തർപ്രദേശിലെയും BJP സർക്കാരുകളാണ് ക്രമക്കേടുകൾക്ക് പിന്നിലെന്നാണ് സഞ്ജയ് റൌത്തിന്റെ ആരോപണം. രാമക്ഷേത്രത്തിലെ പുരോഹിതന്മാരായ രാംശങ്കർ യാദവ്, ആഭരണങ്ങളുടെയും വഴിപാടുകളുടെയും ചുമതലയുള്ള കൃഷ്ണദേവ് തിവാരി ഉൾപ്പെടെയുള്ളവരെ SIT ഇതിനോടകം ചോദ്യം ചെയ്തു. എന്നാൽ കാണാതായ വെള്ളിക്കട്ടകളെപ്പറ്റി തങ്ങൾക്കറിവില്ല എന്നാണ് ഇവരുടെ മൊഴി.
ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, അനിൽ മിശ്ര, ഗോപാൽ റാവു എന്നിവർക്കെതിരെയും അന്വേഷണം വേണമെന്ന് പരാതിക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളുടെ ആസ്തികളിൽ സമീപകാലത്തുണ്ടായ വൻ വർധനവും അന്വേഷണ പരിധിയിലാണ്. ക്ഷേത്രത്തിനായി 500 വർഷം കാത്തിരുന്ന ഭക്തർ 15 ദിവസം കൂടി ക്ഷമിക്കണമെന്നും രാമക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനും തട്ടിപ്പ് നടത്താനും ശ്രമിച്ചവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് യോഗി ആദിത്യനാഥ് എല്ലാ രാമഭക്തരോടും രാഷ്ട്രീയ പാർട്ടികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണ സംഘം 150ഓളം പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഇതിൽ 25ഓളം പേർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ചോദ്യം ചെയ്തവരോട് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ അയോധ്യ വിട്ടുപോകരുതെന്ന് SIT നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് സംഘം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റി ഡോക്ടർ അനിൽ മിശ്ര, രാമക്ഷേത്ര നിർമ്മാണ ചുമതലയുള്ള ഗോപാൽ റാവു എന്നിവർക്കെതിരെ നടപടിയുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.